വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളും ഇവിടെ വെള്ളൂർ പഞ്ചായത്തിലെ പുലിയുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത്. ഒരു വൈകാരിക പ്രകടനമാകരുത് ഞാൻ പ്രത്യേകം ആദ്യം അഭ്യർത്ഥിക്കുകയാണ്. കാരണം അഡ്വക്കേറ്റ് ശ്രീകാന്ത് അവർ സംസാരിച്ചപ്പോൾ ചില ബുദ്ധിമുട്ടുകളും പരാതികളും പറയുകയുണ്ടായി. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. എത്രയോ 36-38 പഞ്ചായത്തുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളുമായിട്ട് MLA നിരന്തരമായി പല വിഷയങ്ങളിലും സംസാരിക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ എന്തുകൊണ്ട് വേളൂർ പഞ്ചായത്ത് ഞാനുമായി ബന്ധപ്പെടുന്നത് ഇന്നാണ് കുറേ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൽ ഞാൻ ഇതുമായി ബന്ധപ്പെടുന്ന ഈ സമയത്താണ്. സ്വാഭാവികമായിട്ടും ഒരു പുലിയെ ഒരു വനത്തിൽ കൊണ്ടുവിട്ടു. ആ വനം വരുന്ന പ്രദേശം ഒരു പഞ്ചായത്തിന്റെ കീഴിലാണ്. അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും വികാരം എന്നുള്ള രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ പലപ്പോഴും ഒരു ഉദ്യോഗസ്ഥൻ നിലയ്ക്ക് നമ്മളും മനുഷ്യരാണ്. കാരണം കാസർഗോഡ് ജില്ലയിലെ വന്യജീവി സംഘർഷത്തെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു അറിയാത്തത് കൊണ്ടാവാം. കാരണം നമ്മുടെ ജില്ലയിലെ വന്യജീവി സംഘർഷം, പ്രത്യേകിച്ച് ആനയും പുലിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കർണാടക വനവുമായി ബന്ധപ്പെട്ടാണ്. കാസർഗോഡ് ജില്ലയിൽ ആകെ 12,000 ഹെക്ടർ വനഭൂമിയുള്ളൂ. ബാക്കി മുഴുവൻ കർണാടക തലക്കാവരിയും കൂർഗ് ഡിസ്ട്രിക്റ്റും ദക്ഷിണ കന്നഡയുമായി ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളാണ്. അപ്പൊ ജില്ലയിൽ വരുന്ന മൂളിയാർ, കാറടുക്ക, കുറ്റിക്കോലൊക്കെ വരുന്ന ചെറിയ ചെറിയ വനമേഖലയിൽ അക്കേഷ്യ തോട്ടങ്ങളിലേക്ക് വരുന്ന കാട്ടുപോത്തും ആനയും ഒക്കെ തന്നെ വരുന്നത് കർണാടകത്തിൽ നിന്നാണ്. ശരി, കേരളത്തിന് പ്രത്യേകിച്ച് വന്യജീവികളില്ല. ഈ പുറത്ത് കാണുന്ന നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെയുള്ള എന്താണ് മയിലോ അതല്ലെങ്കിൽ പന്നിയോ അതുപോലുള്ള സാധനങ്ങൾ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. നമ്മൾ ഒരിക്കലും അത് കർണാടകയുടെ ആണ്, കേരളത്തിന്റെ അല്ല, അല്ലെങ്കിൽ ആ പഞ്ചായത്തിലാണ് ഈ ഒന്നും നമ്മൾ പറയുന്നില്ല. കാരണം നമ്മൾ കുറേ 10-25 വർഷം കാസർഗോഡ് ജില്ലയിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ആനകളെയൊക്കെ പുറത്താക്കാൻ വേണ്ടി. ആനകളെ പുറത്താക്കി ഇപ്പോൾ പുലിപ്പറമ്പ് എന്ന ഭാഗത്ത് സോളാർ തൂക്കി വേലി വെച്ചതിന് ശേഷമാണ് 5 പഞ്ചായത്തിലെ പ്രശ്നം നമ്മളിപ്പോൾ ഒരു പരിധി വരെ മാനേജ് ചെയ്തിരിക്കുന്നത്. എത്രയോ ദിവസങ്ങളായി, കഴിഞ്ഞ 5-6 മാസമായിക്കൊണ്ട് ഈ പുലിയുടെ പിറകിലാണ്. അത് 5 പഞ്ചായത്തുകളിൽ മൂളിയാർ, കാറടുക്ക, കുറ്റിക്കോൽ, ബേഡെടുക്ക, പിന്നെ പെരിയാർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ മാസം മുതൽ തുടങ്ങിയതാണ്. മൂളിയാർ പഞ്ചായത്തിൽ മാത്രം 115 പ്രാവശ്യോളം ആളുകൾ പുലിയെ കണ്ടിട്ടുണ്ട്. കാരണം മൂളിയാർ പഞ്ചായത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയാം, അവിടെ കുറച്ചുകൂടി ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളാണ്, വനമേഖലയുണ്ട്, വനത്തിനകത്ത് റോഡുകളുണ്ട്, അക്കേഷ്യ തോട്ടങ്ങളാണ്. ഈവൻ ഒരു സ്ത്രീ രാവിലെ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് പുലി ഒരു മരത്തിന് മുന്നിൽ ചാടി. ഈ സ്ത്രീയെ കണ്ടപ്പോൾ പുലി ഓടിപ്പോയി. ആളുകൾ രാത്രി ഇതിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കാട്ടിനകത്ത് കയറി. രാത്രി 12 മണിക്ക് ഓട്ടോറിക്ഷക്കാർ വരുന്ന സമയത്ത് കാട്ടിനകത്ത് പുലി ഇരിക്കുന്നത് കണ്ടു. അതിന്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്തു. പുലി ഇതിനെ കണ്ട് ഓടിപ്പോയി. ഈ പ്രശ്നം ഞങ്ങൾ അവിടെ പരിഹരിച്ചത് എങ്ങനെയാ വെച്ചാൽ ഇതേപോലെ ജാഗ്രതാ സമിതിയിൽ കൂടി ഞാൻ ഒരു വൈകാരികമായിട്ടുള്ള പ്രകടനമായിരുന്നില്ല അവിടെ. ഞാൻ കാര്യം പറഞ്ഞുതരാം. കാരണം വെച്ചാൽ അവിടെ എല്ലാ വാർഡിലും നമ്മൾ കമ്മിറ്റികൾ കൂടി ആളുകളെ വിളിച്ചുകൂട്ടി പറഞ്ഞു, ഈ പുലി എന്നുള്ള സാധനം കേരളത്തിൽ കഴിഞ്ഞ, ഞാൻ പറയുന്നു കണക്ക് പ്രകാരം പറയുന്നു, വേണമെങ്കിൽ അഡ്വക്കേറ്റിനോ അതുപോലെ തന്നെ പ്രസിഡന്റ് അത് കൺഫേം ചെയ്യാം. കഴിഞ്ഞ 14 വർഷം 1500ഓളം ആളുകൾ നമ്മുടെ കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിൽ. അതിൽ 1200 പേരും മരണപ്പെട്ടിരിക്കുന്നത് പാമ്പ് കടിയേറ്റാണ്. പുലി എന്നുള്ളൊരു ജീവിയുടെ അറ്റാക്ക് കൊണ്ട് മരണപ്പെട്ട ഒരു റിപ്പോർട്ടും നമ്മൾ സംസ്ഥാനത്തില്ല. നമ്മൾ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് മരണപ്പെട്ടിരിക്കുന്ന 56 പേരാണ്. അതിൽ 38 പേര് മരണപ്പെട്ടിരിക്കുന്നത് പാമ്പ് കടിയേറ്റാണ്. പാമ്പിന്റെ കേസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. അതേപോലെ തേനീച്ച, കടുന്നൽ കുത്തേറ്റിട്ടൊക്കെയാണ് കൂടുതൽ മരിച്ചത്. ആകെ ഒരാളാണ് ആനയുടെ ആക്രമണത്തിൽ പരിക്ക് മരണപ്പെട്ടിരിക്കുന്നത്. പുലിയെ പറ്റിയിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ടുകളൊന്നുമില്ല. ഞാനിത് പറയുന്നത് ഇതേ കാര്യം തന്നെയാണ് ഞങ്ങൾ എല്ലാ പഞ്ചായത്തിലും പറഞ്ഞത്. ഭയം വേണ്ട, ജാഗ്രത മതി. പുലി എന്നുള്ളതിനെ പറ്റിയിട്ട് ഇന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ടൗണുകളിൽ ഈ വേസ്റ്റ് വളരുന്ന സ്ഥലങ്ങളിൽ, പട്ടികൾ വളരുന്ന സ്ഥലങ്ങളിൽ, പന്നികൾ വളരുന്ന സ്ഥലങ്ങളിലൊക്കെ ജനങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ജീവിയായി പുലി മാറിയിട്ടുണ്ട്. അതിപ്പോ ഇന്നലെ ബഹുമാനപ്പെട്ട രജിസ്ട്രാർ വിളിച്ചു നമ്മുടെ പെരിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതിനകത്ത് ഏകദേശം 300ഓളം ഏക്കർ ഭൂമിയുണ്ട് ആ പെരിയാർ യൂണിവേഴ്സിറ്റി. രാത്രി കാലങ്ങളിൽ കുട്ടികൾ 8 മണിക്കും 10 മണിക്കും പുറത്ത് കറങ്ങാൻ പോകുന്ന സ്ഥലമാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അവിടെ പുലിയുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പുലി അവിടെ വന്നു കഴിഞ്ഞാൽ മിനിമം 1-2 വർഷം അവിടെ നിൽക്കും. കാരണം അതിനുള്ള തീറ്റ അത്രമാത്രം അതിൻ്റെ അകത്തുണ്ട്. അതിനകത്ത് ഇഷ്ടംപോലെ പട്ടികളുണ്ട്, പന്നികളുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം, കാട് വെട്ടിത്തെളിക്കണം, വേസ്റ്റുകൾ കളയണം, കുട്ടികൾ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കണം.
ഒരു കാരണവശാലും പുലി നിങ്ങളെ ഉപദ്രവിക്കില്ല. ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആദ്യം ഉണ്ടാകും മൂളിയാർ പഞ്ചായത്തിലാണ്. മൂളിയാർ പഞ്ചായത്തിൽ അദ്ദേഹം നേരത്തെ നമ്മൾ സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ കുറേ പ്രാവശ്യമായി കൂടുവെച്ചത് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ അവിടെ പുതിയ പുതിയ കമ്മിറ്റികൾ ഉണ്ടാക്കി ഓരോ സ്ഥലത്തും നമ്മൾ ജാഗ്രതാ സമിതികൾ കൂടിക്കൊണ്ട് അതിനെ ഓടിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചു. നമ്മൾ സ്പെഷ്യൽ ഡ്രൈവുകൾ നാട്ടുകാരുടെ സാധനം സ്പെഷ്യൽ ഡ്രൈവ്, അതായത് കാട് പിടിച്ച് കിടക്കുന്ന പുലി മടകളുള്ള സ്ഥലങ്ങളിൽ പടക്കം പൊട്ടിച്ചും ചെണ്ട കൊട്ടിയും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പുലി ഓടിച്ചു. പുലി അങ്ങനെ പലതും പോയി ബേഡകം പഞ്ചായത്തിലെത്തിയപ്പോൾ ഇതേപോലെ തന്നെ 10-15ഓളം പട്ടികളെ പിടിച്ചു. കാരണം അവിടെയൊക്കെ കുറച്ചും ജനവാസം കൂടിയ സ്ഥലങ്ങളാണ്, ഒരുപാട് ഓപ്പൺ ഏരിയാസ് ഉണ്ട്, അതായത് ഈ പാറമടകളുള്ള സ്ഥലങ്ങളാണ്, കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാറമടയിൽ നിന്നാണ് നമ്മൾ റീസെന്റ് ആ പുലിയെ പിടിക്കുന്നത്. അതിനു മുമ്പ് ഈ പുലിയെ പിടിക്കുന്നതിന് മുമ്പ് നിരവധി സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. അത് കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പട്ടിയെ പിടിക്കുക എന്നുള്ള ഒരു സംഭവം. അപ്പൊ അതിനുവേണ്ടി അവിടെ നിരവധി പ്രവർത്തനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പുലിയെ പിടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതൊരു കേന്ദ്ര നിയമമാണ്, നമ്മുടെ വന്യജീവി നിയമം 1971 കേന്ദ്ര നിയമമാണ്. അതായത് ഒരു പുലിയെ പിടിച്ചു കഴിഞ്ഞാൽ പുലിയെ പിടിക്കുന്നതിന് കുറെ നിബന്ധനകളുണ്ട്. വെറുതെ ഒരു പുലി പുറത്തൊരാൾ കണ്ടു, അല്ലെങ്കിൽ അടുത്ത ദിവസം രണ്ടാമത്തെ ഒരാൾ കണ്ടു, അങ്ങനെ പെട്ടെന്ന് പോയി നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതിന് കൃത്യമായിട്ട് നമ്മൾ ആദ്യം കുറെ പേര് കണ്ടു കഴിഞ്ഞാൽ അതിന് സ്ഥിരീകരണം വേണം. സ്ഥിരീകരണത്തിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഒരു ക്യാമറ ട്രാപ്പ് കൊടുക്കും. ക്യാമറ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ 2 തരം ക്യാമറ ട്രാപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ രാത്രി കാലങ്ങളിൽ ഇതൊരു പ്രത്യേകിച്ച് നൊക്ടൂണൽ ആനിമലാണ്. രാത്രി കാലങ്ങളിൽ ഇരപിടിക്കുന്ന ഒരു ജീവിയായതുകൊണ്ട് തന്നെ അതിന്റെ ഫോട്ടോ കിട്ടും. ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കൺഫേമായി സ്ഥിരീകരിച്ചു, യെസ് അവിടെ ഉണ്ട് എന്നുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതൊരു കമ്മിറ്റി അവിടെ രൂപീകരിക്കും. 2 വെറ്റിനറി ഡോക്ടർമാരും പഞ്ചായത്ത് പ്രസിഡന്റും DFOയും ACF അടങ്ങുന്ന ഒരു 7 അംഗ സമിതി, അത് NGOയുടെ അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ NTCയുടെ ഒരു നോമിനി അടക്കമുള്ള സംഘത്തെ നിയോഗിച്ചുകൊണ്ട് കമ്മിറ്റി കൂടിക്കൊണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്ന പുലി പുറത്തിറങ്ങി പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രശ്നമുണ്ടാക്കുന്ന പുലി എന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തുന്ന നായയോ നമ്മൾ വളർത്തുന്ന ആടിനെയോ കാലുകളിലേക്ക് പിടിക്കുന്ന പുലികളെ പിടിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അതിന് ഗൈഡ്ലൈൻസ് തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂളിയാറും ബേഡെടുത്തൊക്കെ നമ്മൾ കൂടുവെക്കുന്നത്. അങ്ങനെ ബേഡെടുക്കൽ നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കി രൂപീകരിച്ച് അവിടെ കൂടുവെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്, അതായത് അതിന് ഹെൽത്തി ആണെന്ന് വെറ്റിനറി ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ അതിനെ ഇര പിടിക്കാൻ പറ്റും, പല്ല് പോയിട്ടില്ല, കാലും നടക്കാനും കയ്യിനൊക്കെ പ്രശ്നമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള വനമേഖലയിൽ വിടണമെന്നാണ് പറയുന്നത്. ഇത് എല്ലാ ജില്ലകളിലും ഇതേപോലെയുള്ള പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ വനത്തിലോട്ട് വരുന്ന എല്ലാ ജീവികളും, ഒട്ടുമിക്ക ജീവികളും എവിടെ നിന്ന് ഞാൻ പറഞ്ഞു, തലക്കാവേരിയും കൂർഗും ദക്ഷിണ കന്നഡയുമുള്ള വളരെ വിസ്തൃതമായിട്ടുള്ള വനമേഖലയിൽ വരുന്ന ജീവികളാണ്. അപ്പൊ എല്ലാ ജില്ലകളിലും ഇതേപോലെ ഈ ജീവികളെ വിട്ടയക്കുവാനുള്ള ഒരു ചില പോയിന്റുകൾ നമ്മൾ കണ്ടെത്തിയില്ല. അത് പലപ്പോഴും നമ്മൾ രഹസ്യമാക്കി വെക്കുന്നതാണ്. കാരണം അത് പറഞ്ഞുകൊണ്ടൊന്നും ആരും ചെയ്യാൻ പറ്റില്ല. ഇപ്പം അതേ ഒരാൾ ചോദിച്ചതിനോട് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വീട്ടിൽ കൊണ്ടേ വളർത്തിക്കൂടെ? ഒരാൾ ഇവിടുന്ന് വിളിച്ച് ചോദിച്ചാണ്. വൈകാരികം ഞാൻ പറഞ്ഞു, പ്രസിഡന്റ് മാത്രമല്ല വൈകാരികം ഉണ്ടാകും, നമുക്കുണ്ടാവും. നിങ്ങളെന്താ ഇത്രയും കാലം ദിവസമായി രാത്രിയും പകലും നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും പഞ്ചായത്തുകളിൽ വിഷയങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളോട് പറയുന്ന മാത്രമാണ് കുറെ ഇതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുഴുവനായിട്ട് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇതിനെ പൊട്ടൻഷ്യൽ റിലീസ് ആയിട്ട് കൃത്യമായിക്കൊണ്ട് നമുക്ക് ഗൈഡ്ലൈൻസ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ കാസർഗോഡ് പിടിച്ചൊരു പുലിയെ കണ്ണൂരിൽ വിടാൻ അവർ സമ്മതിക്കുമോ? ഇപ്പൊ 6 പ്രദേശമുണ്ട്. ആറത്തെ 2 ദിവസം മുമ്പാണ് ആന ചവിട്ടി മരിച്ചത്. വയനാട്ടിൽ വിടാം, വയനാട്ടിൽ ഇപ്പൊ അവിടെ സമ്മതിക്കും, അവിടെ എത്ര ആളുകൾ മരിച്ചു. അപ്പൊ ഇത് ഒന്നെങ്കിൽ അതിന് കണ്ണു കാണാൻ പറ്റുന്നില്ല, കയ്യിന് പ്രശ്നമുണ്ട്, കാലിന് പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തൃശ്ശൂർ സൂരോ പുത്തൂർ ജോർജിൽ പാർക്കിലോ കൊണ്ടുപോയിക്കൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവിടാം, അതല്ലെങ്കിൽ അവിടെ തന്നെ വളർത്താം. ഇതിനൊക്കെ വളരെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ വളരെ ഹയർ ലെവലിലെ തീരുമാനങ്ങൾ വേണം. ജില്ലാ ഓഫീസർക്കോ ഞങ്ങളെപ്പോലുള്ള ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു വനത്തിന് ഞങ്ങൾ വിടുമ്പം ഇങ്ങനൊരു സംഭവം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് പുല്ലൂർ പെരിയ പഞ്ചായത്താണോ വേളൂർ പഞ്ചായത്താണോ ഒന്നും നമുക്കറിയില്ല. ഇപ്പോഴും എനിക്കറിയില്ല എവിടെ ഞാൻ വിട്ടത്. ഞാൻ ആ കൂട്ടത്തിൽ പോയിട്ടില്ല. അതേ ഒരാൾ വൈകാരികമായി പറഞ്ഞു DFO കാരണം എന്നുള്ളത്. ഞങ്ങൾ ഡ്യൂട്ടി ചെയ്ത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ നിയമത്തിന്റെ കീഴിൽ ഇപ്പൊ ലെപ്പേഡ്, ഒരു പുലി അല്ലെങ്കിൽ കടുവ എന്നുള്ള എണ്ണം വളരെ കുറവാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ഈ എന്തിനാണ് ജീവജാലങ്ങൾ പുറത്തിറങ്ങുന്നത്? കാരണം എന്താണ്? ജീവികൾ പുറത്തിറങ്ങാനുള്ള കാരണം വനത്തിൽ വെള്ളവും ഭക്ഷണവും കുറയുന്നുണ്ട്. അതിനുള്ള കാരണം ആരാണ്? കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യ വന്യജീവി സംഘർഷവും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം പറയുന്നത് മനുഷ്യന്മാരാണ്. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള ആളുകളെ പറഞ്ഞു, പൊതുവെ നമ്മുടെ ലോകത്തുള്ള മനുഷ്യന്മാരുടെ ഇടപെടലാണ് ഇത്തരം ജീവജാലങ്ങളുടെ പുറത്തോട്ടുള്ള വരവിനും അതിനുള്ള ജീവജാലങ്ങൾക്ക് വെള്ളവും ഭക്ഷണം കുറവുള്ള കാരണം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്.
ഇത് എല്ലാം മനുഷ്യ നിർമ്മിതമായ കാര്യങ്ങളാണ്. അപ്പൊ ഇതിനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ സയന്റിഫിക്കലി ശാസ്ത്രീയമായി ഗവേഷണത്തിലൂടെ നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിലൊക്കെ നടത്തിയിട്ടുള്ള മീറ്റിംഗ് 10 മിഷനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷനാണ് ഇപ്പൊ ഇന്ന് നടക്കുന്ന പരിപാടി, മിഷൻ ഓഫ് കൺസൾട്ടേഷൻ. എന്നാൽ ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത നിർദ്ദേശം കൊടുക്കുക, ഇത് എന്താണ് പ്രശ്നം എന്നുള്ളത് പറയുക. അതേപോലെ തന്നെ മിഷൻ ഫുഡ് ഫോർ വാട്ടർ, വന്യജീവികൾക്ക് വെള്ളവും ഭക്ഷണവും ഫോഡറും പിന്നെ സസ്യാഹാരം കൊടുക്കുന്ന ഒരു പദ്ധതി. വൈൽഡ് പിഗിന്റെ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ പുറത്തുള്ള പന്നികളുടെ പ്രശ്നം. ഇങ്ങനെയുള്ള കുറെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിയമത്തിന്റെ പരിധിയിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലത്ത് നമുക്കത് വിടാൻ പറ്റുള്ളൂ. മറ്റൊരു ജില്ലയിൽ കൊണ്ടുപോകാൻ അവിടെയുള്ള ആരെങ്കിലും സമ്മതിക്കും? ഭരണകൂടം സമ്മതിക്കുമോ? അപ്പൊ ഇത് നമ്മൾ ഒരിക്കലും നിങ്ങൾ വളരെ 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 താഴ്മയായിട്ട് പറയാണ്, ഇത് ഒരിക്കലും ഇങ്ങനെ പ്രശ്നമാകുമെന്നോ ഇങ്ങനെ ഒരു പഞ്ചായത്തിന്റെ ഭാഗമാണെന്നോ നമുക്കറിയില്ല. ജീവിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തോ നിയോജക മണ്ഡലമോ ജില്ലയോ ഒന്നുമില്ല, സ്റ്റേറ്റ് പോലും ഇല്ല. അതിനെ സംബന്ധിച്ച് കാട് മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഇത്തരം ജീവികളെ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ ഇത്തരം പ്രഷർ കൊടുത്ത് പിടിച്ചെടുത്തൊരു ജീവിയെ അതിനൊരു ആവാസ വ്യവസ്ഥയിൽ തുറന്നു വിട്ടേ സാധാരണകളിൽ വരാറില്ല. ഇനി വന്നാൽ പോലും അതിന്റെ വളരെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ അത് ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ ഇത്രയും പറഞ്ഞ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് പറഞ്ഞത്. വന്യജീവി നിയമത്തിൽ ഇപ്പം കാട്ടുപന്നിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. കാട്ടുപന്നിയെ ഓൾറെഡി വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് നമ്മുടെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കേരളത്തിൽ നിന്നും ഇതിനൊരു കീടമായി പ്രഖ്യാപിക്കണം ഒരുപാട് പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടതാണ്. കാരണം അത് ആർക്ക് എവിടെയും കൊല്ലാം, കുഴിച്ചും കൂടാം എന്നുള്ള രൂപത്തിലൊക്കെ നിയമങ്ങൾ കൊണ്ടുവരാൻ നോക്കിയതാണ്. ഇപ്പോഴും സർക്കാരിന്റെ നിയമമുണ്ട്, എന്താണ്? അതിനെ വെടിവെച്ച് കൊല്ലാം. പഞ്ചായത്തിന് പ്രസിഡന്റിനും സെക്രട്ടറിക്കും മുനിസിപ്പാലിറ്റി സെക്രട്ടറി അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജില്ലയിൽ മാത്രം വളരെ മടിക്കൈ പഞ്ചായത്ത് ഒഴികെ വേറൊരു പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടില്ല. കാരണം നേരത്തെ ഡിപ്പാർട്ട്മെന്റ് തന്നെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പോലീസും ഇതിനെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടി മുന്നോട്ട് പോയപ്പോൾ പരാതികൾ വന്നു, അത് അത്ര എഫക്റ്റീവ് അല്ല, ഇനിയും പന്നികളുണ്ട്. അങ്ങനെയാണ് സർക്കാർ അത് മാറ്റി ഹോണറി വൈൽഡ് ലൈഫ് വാർഡനായിക്കൊണ്ട് പഞ്ചായത്തിന്റെയും സെക്രട്ടറിയും മുനിസിപ്പാലിറ്റി സെക്രട്ടറിയും ഒക്കെ നിയമിക്കുന്നത്. അപ്പൊ നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതേപോലെ ഈ വേസ്റ്റുകൾ വളരുന്നത്, ഒരു പുലി ഇങ്ങോട്ട് വരാനുള്ള സാധ്യത എന്താണ്? തിരിച്ചു വരും, അത് ഒഴിവാക്കുന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതുവരെയായിട്ട് അതിനെ കണ്ടിട്ടില്ല. അതെങ്ങോ പോയി, അത് വരാനുള്ള സാധ്യത എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തെരുവ് പട്ടികളും പന്നികളൊക്കെ അത് വളരാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കണം. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. എവിടെയെങ്കിലും ഇതിന്റെ സാന്നിധ്യം എല്ലാ അതിഥികളെയും എല്ലാ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെയും നമ്മൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയാണ് പറയുന്നത്. നിങ്ങളെ സാക്ഷ്യപ്പെടുത്തിയാണ് പറയുന്നത്. ഇത് നമ്മളെല്ലാ പഞ്ചായത്തിലും ചെയ്ത അതേ പ്രൊസീജിയറാണ്. മുള്ളൂർ പഞ്ചായത്തിൽ ആദ്യം പുലിയെ കണ്ടു, നമ്മൾ വിശ്വസിച്ചില്ല, നമുക്ക് കിട്ടിയില്ല, ഫോട്ടോ കിട്ടിയില്ല. നമ്മൾ ക്യാമറ വെച്ചു, ഫോട്ടോ കിട്ടി. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ കമ്മിറ്റികൾ ഉണ്ടാക്കി, നമ്മൾ കൂട് വെച്ചു, അവസാനം കൂട് വെച്ചൊരു പുലിയെ കിട്ടി. ഇതേപോലെയുള്ള നമ്മൾ എന്താ പറയാ, എവിടെയെങ്കിലും പുലിയുടെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ വന്യജീവികൾ പുറത്തിറങ്ങിക്കൊണ്ട് പട്ടിയെ അതിൽ ആടിനെ പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ക്യാമറ ട്രാപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ, ആ സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ അടിയന്തരമായിക്കൊണ്ട് നമ്മൾ ഇതേ ചെയ്തപ്പോൾ എല്ലാ പ്രവർത്തികളും ചെയ്യും. നിങ്ങൾ പറയുന്ന പോലെ തന്നെ അതിനെ അടിയന്തരമായി പിടികൂടിക്കൊണ്ട് അതിന് പിടികൂടി മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ വലിയ തലത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നു, കാരണം അത്ര എളുപ്പമല്ല. കാരണം സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. അതിൽ വളരെ കുറഞ്ഞ പ്രശ്നമുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് എന്ന് മാത്രം മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നില്ലേ, 56 പേരാണ് കാസർഗോഡ് ജില്ലയിൽ മരണപ്പെട്ടിരിക്കുന്നത്. അതിൽ പാമ്പ് കടിയിട്ട് മരണപ്പെട്ട ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. അതിലേറെ വലിയ പ്രശ്നങ്ങളാണ് മറ്റു ജില്ലകളിൽ ഉള്ളത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കാം. ഒരു മറ്റൊരു ജില്ലയിലോട്ട് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമ്മളിവിടെ ബഹുമാനപ്പെട്ട MP-യുടെയും MLA-യുടെയും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ തന്നെ അത് എന്താ പറയുക ഒരു ഇടപെടൽ അതിന് ആവശ്യമായിട്ട് വരും. അപ്പം നിങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഞങ്ങൾ മനുഷ്യരാണ്. ഇവിടെ പലരും ഞാൻ വന്നപ്പോൾ തന്നെ DFO വലിയ കുറ്റവാളിയെ പോലെയാണ് ആളുകളോട് പ്രതിനിധിച്ചിരുന്നത്. എനിക്കറിയില്ല, ഞാൻ ഇവരുടെ അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചാൽ വരാത്തൊരാളൊന്നും അല്ല ഞാൻ കഴിഞ്ഞാൽ 5 വർഷമായിക്കൊണ്ട് ഈ ജില്ലയിലുള്ള ആളാണ്. ഒരു പഞ്ചായത്ത് പ്രതിനിധിയോ പ്രസിഡന്റ് എന്നെ പറ്റി അങ്ങനെ പറയില്ല, ഉറപ്പാ. MLA പറയില്ല, കളക്ടറും പറയില്ല. നിങ്ങളെ വികാരം എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദിവസമായിക്കൊണ്ട് ഒരു പഞ്ചായത്തിലായിരുന്ന വിഷയത്തെ അതിന്റെ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വനത്തിൽ കൊണ്ടുപോയി വിട്ടതാണ്. അത് പഞ്ചായത്ത് ഏതുപോലെ നമുക്കറിയില്ല. നമുക്ക് ആ വനത്തെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. അല്ല ഞാൻ പറയുന്നില്ല കുറ്റക്കാരൻ. ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ വികാരം മനസ്സിലാക്കി ഞാൻ പറഞ്ഞത്.
നിങ്ങൾ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് വന്നത്, പറയാൻ വേണ്ടി വന്നത്. അപ്പൊ ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൂടി ഈ പറഞ്ഞ പോലെ ഈ പുലിയോ കടുവ എന്ന സാധനം ഇവിടെ ഇല്ല. അദ്ദേഹം തെറ്റായി പറഞ്ഞു ഒന്നുണ്ട്. കടുവ നമ്മുടെ നാട്ടിലില്ല, സത്യം പറഞ്ഞ കടുവ ഇല്ല. ഈ കടുവ കാസർഗോഡ് ജില്ലയിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. ഒരു പക്ഷേ തലക്കാവേലിയിലും കർണാടകയിൽ ഉണ്ടാവാം, ഇതുവരെയായിട്ട് അത് വന്നിട്ടില്ല. അപ്പൊ പുലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവിടെ നമുക്ക് പ്രശ്നം വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വനവകുപ്പ് അടിയന്തരമായിട്ട് നിങ്ങൾ ഇടപെടും. ഇവിടെയുള്ള RT സംവിധാനമുണ്ട്, ഇവിടെ സ്റ്റാഫുകളുണ്ട്. കാസർഗോഡ് ജില്ലയിൽ പൊതുവെ വനവകുപ്പ് സംബന്ധിച്ചോളം ചെറിയൊരു സംവിധാനമേ ഉള്ളൂ. നമ്മളുടെ RT എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു RT ആണ്. കാസർഗോഡ് ജില്ലയിൽ ഒരേ പഞ്ചായത്ത് വിദേശം ഞാൻ പോലെ പെരിയ ഇന്നലെ വന്നതാണ്. ചെമ്മനാട് പഞ്ചായത്തിലുണ്ട്, ഒടയഞ്ചാലുണ്ട്, കല്ലാർ പഞ്ചായത്തിലുണ്ട്, പിന്നെ അതുപോലെ ബേഡടുക്ക പഞ്ചായത്തിലുണ്ട്, മൂല്യം എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത്രയും ഒരു ചെറിയ ടീമിനെ വെച്ചിട്ടാണ് നമുക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ പോലും ഇത്രയും സമയം ഇന്ന് രാവിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു മീറ്റിംഗ് നടക്കുന്നു. നമ്മുടെ സ്റ്റാഫുകളും സംവിധാനങ്ങളും ഒക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അത് അടിയന്തരമായി കൊണ്ട് വനവകുപ്പ് ഇടപെടും, സർക്കാർ ഈ ഭരണകൂടം ഇടപെടും. അത് എത്രയും പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഇഷ്യൂ വരുന്നെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാട്ടിനകത്തുകൂടെ കടന്നു പോകുന്ന ഒരു ജീവിയെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അത് വളരെ കൃത്യമാണ് നിയമം. നമുക്ക് വെറുതെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പുറത്തിറങ്ങി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കില്ല, ആളുകൾ കാണുന്ന സമയത്ത് അടിയന്തരമായി ക്യാമറ വെക്കുന്നു, അത് സ്ഥിരീകരിച്ച ശേഷം എത്രയും പെട്ടെന്ന് പിടികൂടി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ നടപടി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതാണ്. ഇവിടെ നടന്നതൊക്കെ ഞാനൊരു അദ്ദേഹം പറഞ്ഞ പോലെ വനവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇതിനെ കണ്ട് ശീലമുള്ളത് കൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് പേടിയുണ്ടാവില്ല. നിങ്ങൾ ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെറുതെ പറയാം. നിങ്ങളാണ് ബുദ്ധി. ശരിയാണത്. കാരണം ഇവിടുത്തെ ജനങ്ങൾ പാവപ്പെട്ടവരാണ്, ആളുകൾക്ക് ഇതിന് കണ്ടിട്ടുണ്ടാവില്ല, അത് ആക്രമിക്കുമെന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തെളിവ് സഹിതം പറഞ്ഞത്. ഇത്രയും കാലം നമ്മുടെ ജില്ലയിലെ നമ്മുടെ സംസ്ഥാനത്തിന് വിവിധ മേഖലകളിൽ ഇത്രയും പ്രാവശ്യം ഈ ജീവിയെ കണ്ടിട്ടും അതിനെ ഉപദ്രവിക്കലല്ല, മനുഷ്യനെ ഉപദ്രവിക്കലല്ല അതിന്റെ ലക്ഷ്യം. അത് ഈ പട്ടിയെ പിടിക്കാൻ ഭക്ഷണം കിട്ടുന്നത് മാത്രം വന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് വരാതിരിക്കാനും ആ സ്ഥലത്ത് പിന്നെന്താണ് താമസമാക്കാതിരിക്കാനുള്ള നടപടികൾ ഒരുപക്ഷെ അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി, അത് പഞ്ചായത്തുകൾ വഴി ഈ വേസ്റ്റുകൾ ഒഴിവാക്കുന്നതും കാട് വെട്ടി തെളിക്കുന്നതും പട്ടികളുടെ എണ്ണം കുറക്കുന്നതിനുമൊക്കെയുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ഭാവിയിൽ ഉചിതപ്പെടും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. നമ്മുടെ ഭാഗത്ത് വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് ഈ സമയത്ത് നിങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളൊക്കെ മനുഷ്യരാണ്. ഞാൻ നിലമ്പൂരിൽ നിന്ന് വന്ന ഒരാളാണ്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന ആളാണ്. വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രം വീട്ടിൽ പോകുന്ന വ്യക്തിയാണ്. ഇവിടെയുള്ള പ്രശ്നങ്ങൾ തീർക്കൽ തന്നെയാണ് നമ്മുടെ പരിപാടി. അല്ല, നമുക്ക് ഇവിടെ വ്യക്തിപരമായിട്ട് ആരോടും വിരോധങ്ങളില്ല, പഞ്ചായത്തിനോടില്ല. നമുക്ക് ആകെ ഈ വന്യജീവികൾ വെറുതെ അങ്ങനെ വിടാൻ ഞാൻ പറഞ്ഞു, നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. നമുക്ക് ആഗ്രഹമുണ്ട് ഈ പിടിച്ച ജീവിയെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവിടുന്നു. പക്ഷെ അത് നടക്കുന്നില്ല, പറ്റില്ല. കാരണം അത് കാരണങ്ങൾ വേണം, അല്ലെങ്കിൽ അതിന് നിയമങ്ങളിൽ മാറ്റങ്ങൾ വേണം. കാരണം എല്ലാ സംസ്ഥാനവും ഒരേപോലെയല്ല. പല സംസ്ഥാനങ്ങളിലും ഒരു വർഷം തന്നെ 10-100 പേർ ആളുകൾ കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നുണ്ട്. അവിടെ അത് പ്രശ്നമല്ല. കർണാടകയിൽ 530 പേരൊക്കെ കഴിഞ്ഞ 13 വർഷം കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ കടുവ പിടിച്ച് മാത്രം 70 പേര് മരിച്ചിട്ടുണ്ട്. അവിടെ പ്രശ്നമല്ല, നമ്മുടെ നാട്ടിൽ പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ ഈ വന്യജീവി ആക്രമണങ്ങളും മരണങ്ങളും കുറഞ്ഞു വരികയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതെല്ലാം പെട്ടെന്ന് വാർത്തകളാകുന്നു. അന്ന് നമ്മുടെ കയ്യിൽ നോക്കിയയുടെ 1100 എന്ന ഫോണാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരും സ്മാർട്ട് ഫോണുകളുണ്ട്. എവിടെയെങ്കിലും പുലി ഇറങ്ങിയാലോ കടുവ ഇറങ്ങിയാലോ പാമ്പ് ഇറങ്ങിയാലോ പെട്ടെന്ന് അതിനെ വാട്സപ്പ് വഴി പ്രചരിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് നമ്മൾ മാറിയിട്ട് എനിവേ അതൊരു പ്രതിസന്ധി തന്നെയാണ്. അത് ഭയമാവേണ്ടതില്ല, അത് ജാഗ്രത മതി. ഈ ജീവികളൊക്കെ തന്നെ പ്രകൃതിയുടെ ഭാഗങ്ങളാണ്. പക്ഷേ അതിന്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നതിനപ്പുറത്ത് സാധാരണഗതിയിൽ ഒരു വന്യജീവി ഒരാളെയും ആക്രമിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ശാസ്ത്രീയമായ സത്യമാണ്. നിങ്ങൾ പരിശോധിക്കാം. ഈ പുലി എന്നുള്ളത് പ്രത്യേകിച്ച് മനുഷ്യരെ കാണുമ്പോൾ ഓടിപ്പോകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വനത്തിന്റെ അകത്ത് കയറി, അതായത് അതിന്റെ വീട്ടിൽ കയറി അതിനെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോഴും അത് ഓടിപ്പോവുകയും ചെയ്തു. 100-ലധികം പ്രാവശ്യം ഈ സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടും ഇതുപോലെ ഒരു അപകടവും മനുഷ്യന് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാ സംഘടനകളും എല്ലാ പാർട്ടിക്കാരും മുഴുവൻ അവിടെ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുത്തു. അവസാനം അത് പോയി. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ അവബോധം സൃഷ്ടിക്കുക, മനസ്സിലാക്കുക. ഡിപ്പാർട്ട്മെന്റ് കൂടെ, ഗവൺമെന്റിന്റെ കൂടെ, പഞ്ചായത്തിന് കൂടെ നിന്നുകൊണ്ട് ഈ വിഷയത്തെ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് നൽകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.